കറുപ്പിനാണോ സൗന്ദര്യം വെളുപ്പിനാണോ സൗന്ദര്യം എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, വെളുപ്പാണ് അഭികാമ്യമെന്ന് പറയേണ്ടി വരുന്ന ശോചനീയമായ അവസ്ഥ, അപകീർത്തികരമെന്ന് മാത്രമേ നമുക്കതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. ഇത്ര വർഷം ഞാൻ ഈ ലോകത്ത് ജീവിച്ചു, ഇത്ര വർഷം ഞാൻ ജോലി ചെയ്തു, ഇത്ര വർഷം ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പറഞ്ഞതും മനസ്സിലാക്കി വെച്ചതും എല്ലാം വിഡ്ഢിത്തരമായിരുന്നു എന്ന് പറയാൻ പറ്റണം. അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ തെറ്റിനെ അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ വിജയിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഉള്ള കഴിവ്, ആ വ്യക്തിക്ക് കിട്ടുന്ന അംഗീകാരം, തൻ്റെ സഹജീവിയോട് ആ വ്യക്തി എങ്ങനെ പെരുമാറുന്നു, ഇതൊക്കെ നോക്കിയാണ് ഒരു വ്യക്തിയുടെ സൗന്ദര്യം മാനദണ്ഡം നമ്മൾ നിശ്ചയിക്കുന്നത്. നിൻ്റെ നിറമാണോ ഏറ്റവും നല്ലത്, എൻ്റെ നിറമാണോ ഏറ്റവും നല്ലത് എന്നല്ല നമ്മൾ നോക്കാറുള്ളത്. നീ നിൻ്റെ സഹജീവിയോട് ഏത് തരത്തിലാണ് പെരുമാറുന്നത്, അതാണ് നിൻ്റെ സൗന്ദര്യം. ഒരു ആൾ കരയുമ്പോൾ ആ ആൾക്കൊപ്പുറമായി അവരുടെ സങ്കടത്തിൽ നമുക്ക് പങ്കുചേരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആ കരയുന്നവരെ കണ്ണീര് ഒപ്പാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് മനസ്സിലൊരു ചെറിയ തോന്നലെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതാണ് ഹൃദയത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. ഒരാൾ മാനസികമായി വിഷമിച്ചിരിക്കുമ്പോൾ അയാളുടെ തോളിൽ കൈയിട്ട് അയാളെ സന്തോഷിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും മഹത്തരമായ സൗന്ദര്യം എന്ന് പറയുന്നത്. എനിക്ക് എത്രത്തോളം കഴിവുണ്ടെങ്കിലും പ്രാപ്തിയുണ്ടെങ്കിലും പ്രാവീണ്യമുണ്ടെങ്കിലും നിന്റെ നിറമുള്ളത് കൊണ്ട് നീ ഇതിൽ പങ്കെടുക്കരുത്, നീ അവിടെ പോകരുത്, നീ അത് ചെയ്യരുത് എന്ന് ആർക്കാണ് നിശ്ചയിക്കാൻ സാധിക്കുന്നത്? ആരാണ് അതിനുള്ള അധികാരം മറ്റൊരാൾക്ക് കൊടുത്തിരിക്കുന്നത്? നിറത്തിൻ്റെ പേരിൽ എന്നെ ഒരിടത്തു നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പോരായ്മയല്ല, അത് നിങ്ങളുടെ വിവരമില്ലായ്മയാണ്. നമ്മൾ നമ്മുടെ സഹജീവിയോട് കാണിക്കുന്ന വിനയം, എളിമ, ആദരവ്, ബഹുമാനം, അവസരങ്ങൾ, ഇതൊക്കെ നമ്മൾ നമ്മുടെ സഹജീവിക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഒരു സൗന്ദര്യമുള്ള വ്യക്തിയായി മാറുന്നത്. അതിലുപരി അവരുടെ മനസ്സിൽ നമുക്ക് ഒരു ഇടമുണ്ടാകുന്നത്. എത്ര വർഷം, എത്ര കാലം ഞാൻ ഈ ലോകത്ത് ജീവിച്ചു, എന്തൊക്കെ ഞാൻ ചെയ്തു എന്നതിൽ കാര്യമില്ല. എത്രത്തോളം നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു ഇടം നേടിയെടുക്കാൻ സാധിച്ചു എന്നതിലാണ് കാര്യം. അതിലുപരി എത്രത്തോളം ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതിലാണ് കാര്യം. അതിനേക്കാൾ ഉപരി എൻ്റെ സഹജീവിയോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു, അവരുടെ കണ്ണുകൾ നിറയാതെ ഞാൻ അവരെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നു എന്നിടത്താണ് സൗന്ദര്യമുള്ളത്. ഞാൻ കാണുന്നത് മാത്രമാണ് സൗന്ദര്യം, ഞാൻ കാണുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്നിടത്ത് സൗന്ദര്യബോധമല്ല ഉള്ളത്, അവിടെ ഒരു അഹങ്കാരമാണുള്ളത്. ഈ ലോകം എൻ്റേത് മാത്രമാണ്, സൗന്ദര്യത്തിൻ്റേത് മാത്രമാണ്, സൗന്ദര്യമെന്നാൽ ഞാൻ പറയുന്നത് മാത്രമാണ് എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ തോൽവിയുള്ളത്. ഈ ലോകം നമ്മുടേതും കൂടിയാണ്, ഇവിടെ നമ്മളാണ് ജീവിക്കുന്നത്. മനോഹരമായ സൃഷ്ടികളാണ് ദൈവം ഇവിടെ പടുത്തുയർത്തിയിരിക്കുന്നത് എന്ന ചിന്തയുണ്ടാകുമ്പോൾ എല്ലാത്തിലും സൗന്ദര്യം കാണാൻ സാധിക്കും. കരിങ്കല്ലിൽ കൊത്തിയെടുക്കുന്ന ശില്പങ്ങളിൽ ഒരു ചാരുത, ഒരു ഭംഗി എത്രത്തോളമാണെന്ന് വർണ്ണിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ ചിന്തിക്കുന്നതെന്തോ അതാണ് നമ്മുടെ സൗന്ദര്യം. ക്ഷേത്രങ്ങളിലെല്ലാം കൊത്തിയിരിക്കുന്ന ശില്പങ്ങൾ കരിങ്കല്ലിലാണ്. ഏറ്റവും മനോഹരമായി നൃത്തം ചെയ്യുന്ന താണ്ഡവമാടുന്ന നമ്മുടെ ശിവഭഗവാൻ കറുത്തിട്ടാണ്. പുറമോടിയിൽ മിനുക്കിയെടുക്കുന്നതല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തികളും നമ്മുടെ പെരുമാറ്റവുമാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അതിനേക്കാളൊക്കെ നമ്മളിലുള്ള കഴിവുകളെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നതിനെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. സൗന്ദര്യം എന്നുള്ളത് ആസ്വദിക്കാനാണ്. ആ ആസ്വാദനം നമ്മുടെ ഹൃദയം കൊണ്ടായിരിക്കുമ്പോൾ ഏറ്റവും മനോഹരമാണത്.